ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാണ്. കുറെ പരമ്പരകളിലൂടെ നമ്മൾ കടന്നു വന്നു. ബി കോളേജുകൾ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. അപ്പോ ഇനി കുറച്ചു നാൾ നമ്മൾ പരമ്പരകളില്ലാതെ ഒറ്റക്കൊറ്റക്കുള്ളൊരു വിഷയത്തിലൂടെ പോകണമെന്ന് കരുതുന്നു. അപ്പോഴും മുന്നിലെത്തുന്ന ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകുക എന്നൊരു ആവശ്യം വരുന്നത് കൊണ്ട് ഇവിടെ ബോധത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടത്. ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ വന്നെത്തിയ ചില ചോദ്യങ്ങളെ ആധാരമാക്കിയിട്ടാണ് വിശദീകരണം നൽകുന്നത്. ബോധത്തെ കുറിച്ച് പറയുന്ന ഭാഗം ഇവിടെ ഇങ്ങനെയാണ്. Awareness is an update to the consciousness that happens while living. ബോധത്തിനുണ്ടാകുന്ന കാലിക നവീകരണമാണ് അവബോധം. ബോധത്തിനുണ്ടാകുന്ന കാലിക നവീകരണമാണ് അവബോധം. ഇവിടെ ബോധത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും പുതുതായി കേൾക്കുന്നവർക്കും ചോദ്യകർത്താക്കൾക്കും വേണ്ടിയിട്ട് അത് ഒന്നും കൂടെ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ബോധം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നാം പലതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താണോ അറിയുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാവുന്ന ബോധം. നമുക്കറിയാവുന്ന ബോധം അങ്ങനെയാണ് എന്നിരിക്കെ, അതായത് എൻ്റെ ശരീരം എവിടെയുണ്ട്, മനസ്സുണ്ട്, എൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളൊക്കെ എവിടെയുണ്ട്, എന്നിട്ടും ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടും ഈ ബോധത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബോധമെന്ന് നമ്മൾ പറയുമ്പോൾ ആ ബോധത്തിൽ എന്തെല്ലാം അറിയുന്നുവോ, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച്, നമ്മുടെ ശരീരത്തെ കുറിച്ച്, നമ്മുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് അറിഞ്ഞിട്ടും അറിയാതിരുന്നിട്ടും പലതും തനിയെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് ദഹനം. നാം അറിഞ്ഞിട്ടും നാം അറിയാതിരുന്നിട്ടും ആ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാം അറിഞ്ഞിട്ട് ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞപ്പോ ദഹനത്തെക്കുറിച്ച് നമ്മൾ അറിയാതിരുന്നു, പക്ഷെ ദഹനം അവിടെ തകരാറിലായി. അപ്പൊ അറിഞ്ഞിട്ടും അറിയാതിരുന്നിട്ടും നടക്കുന്നത് എന്തോ അതെന്താണ്? അപ്പൊ ഈ ബോധം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് എങ്കിൽ ഈ അറിയാതെ സംഭവിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മൾ അത് പറയും ഉപബോധമെന്നോ അബോധമെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അറിയാതെ തനിയെ സംഭവിക്കുന്നു, നമ്മളിലാണ് സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു, അറിയാതെ തനിയെ സംഭവിക്കുന്നു. ബോധം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നു. അപ്പോ അറിയാതെ സംഭവിക്കുന്നു ഉപബോധം എന്ന് പറയുന്നു. കുറച്ചറിവോടുകൂടി സംഭവിക്കുന്നത്. ഒട്ടും അറിയാതെ സംഭവിക്കുന്നത് അബോധം എന്ന് പറയുന്നു. ബോധമില്ലാതെ സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ സംഭവിക്കുന്നു, നമുക്ക് ഫേവറബിൾ ആയിട്ട് സംഭവിക്കുന്നു. അപ്പോ അതെന്താണ് എന്ന് നാം അന്വേഷിക്കുമ്പോൾ വീണ്ടും നമ്മൾ എത്തുന്നത് അതും ബോധമാണെന്നാണ്. അപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബോധം എന്ന നമ്മൾ ആദ്യ ധാരണ നമ്മളിവിടെ തിരുത്തേണ്ടി വരുന്നു. കുറച്ചറിവോടുകൂടി ചെയ്യുന്നത് ഉപബോധം, ഒട്ടും അറിവില്ലാതെ ചെയ്യുന്നത് അബോധം എന്ന് പറയുമ്പോഴും ഈ അറിവില്ലാതെ ചെയ്യുന്നതും ബോധം തന്നെയാണ്. അറിവില്ലാതെ നമുക്ക് ഫേവറബിൾ ആയിട്ട് നമുക്ക് വേണ്ടതിനനുസരിച്ച് അവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. നമുക്കെന്ത് വേണമോ അതിനനുസരിച്ച് നമുക്ക് ഇപ്പൊ കയ്യിലൊരു മുള്ളുകൊണ്ടു അല്ലെങ്കിൽ കയ്യിലൊരു തീയുടെ കഷ്ണം വന്നു പെട്ടു, ഉടനെ തന്നെ ശരീരം അതിനെ പ്രൊട്ടക്ട്, ഇനി അടുത്ത തീ അതിനകത്തേക്ക് പോകാതിരിക്കാൻ പാകത്തിൽ സ്കിന്നിനെ ഉയർത്തി വെക്കുന്നു.
നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ശാരീരിക അസ്വസ്ഥത ഉണ്ടായാൽ അവിടേക്കുള്ള രക്തക്കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി അവിടെ നമുക്ക് ഇച്ചിങ് സമ്മാനിച്ച് നമ്മൾ അവിടെ റബ്ബ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ബോധപൂർവം സംഭവിക്കുന്നതല്ല, അബോധപൂർവം സംഭവിക്കുന്നതാണ്. അവിടെയെല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് യുക്തമാകുന്ന രീതിയിൽ, നമുക്ക് ഉപയുക്തമാകുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? ബോധമല്ലേ? ശരീരത്തിൻ്റെതായ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ശരീരം ആരുടെയാണ്? ഞാൻ എന്നുള്ള എന്റെ ഓർമ്മയുടെയാണ് അല്ലെ? അതോ ഞാൻ എന്നുള്ള ഓർമ്മ ശരീരത്തിൻ്റെതാണ്? ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ബോധം, ഉപബോധം, അബോധം എന്നൊക്കെ പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ അന്വേഷണത്തിൽ ഇതെല്ലാം ബോധം തന്നെയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ബോധം എന്താണ്? ആ ബോധത്തെ നമ്മളപ്പോ എന്തെന്ന് മനസ്സിലാക്കാൻ, ബോധ്യപ്പെടാനായിട്ട് ഒന്ന് നിർവചിക്കേണ്ടി വരുന്നു. നിർവചനങ്ങളിൽ ഒതുങ്ങുന്നതല്ല ബോധം, എങ്കിലും ഒന്ന് നിർവചിക്കേണ്ടി വരുന്നു. നിർവചനം എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ്. ഈ ബോധത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ് നിർവചനം. ആ നിർവചനത്തിന് ഒതുങ്ങുന്നതല്ല ബോധം എന്ന് അറിഞ്ഞുകൊണ്ട് ഈ നിർവചനത്തെ എടുക്കണം. എന്താണോ അത്, അതാണ് അത്. എന്താണോ അത്, നാം എന്തിനെ അറിയുന്നുവോ അത് എന്താണോ. ഞാൻ എന്റെ ശരീരത്തെ, ഞാൻ എന്നുള്ള വസ്തുവിനെ, വസ്തുതയെ, ഞാൻ എന്നുള്ള സ്വത്വത്തെ, ഞാൻ എന്നുള്ളതിന്റെ അർത്ഥത്തെ, ഉദ്ദേശ്യത്തെ, ഇങ്ങനെയൊക്കെ വിശദീകരിക്കട്ടെ, ഇങ്ങനെയൊക്കെ ടൈറ്റിൽസ് ഇട്ട് പോവാം. അങ്ങനെയൊക്കെ വിശദീകരിക്കാവുന്ന ആ ഒന്നിനെ ഞാൻ അറിയുന്നു. അറിയുന്നത് എന്താണോ അത് എന്റെ ശരീരത്തെയാണ് ഞാൻ അറിയുന്നത്. ശരീരത്തിന്റെ അകത്തെ കുടലിനെ ഞാൻ അറിയുന്നുണ്ടോ? പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നു വന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ എന്റെ കുടലിനെ അറിയുന്നുണ്ടോ? ഇല്ല. രക്തക്കുഴലുകളെ അറിയുന്നുണ്ടോ? ഇല്ല. നാഡികളെ അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവയെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്റെ ശരീരത്തിന്റെ ഞാൻ എന്നുള്ള സ്വത്വത്തിന്റെ ഭാഗമാണ്. അപ്പോ ഞാൻ എന്നുള്ള സ്വത്വത്തിന്റെ ഭാഗമായിരിക്കുകയും കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ബോധം അല്ലെങ്കിൽ ഈ സംവിധാനം, ഞാൻ അറിയുന്നതെന്തോ അതാണ് ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എന്താണോ അത്, ഞാൻ അറിയുന്ന ഈ ഞാൻ എന്നുള്ളത് എന്താണോ അത് ആണത്. അതെന്ന് വെച്ചാൽ അതിന്റെ ഭാഗങ്ങളായിരിക്കുന്നത്, ഞാൻ അറിയാതെ പോകുന്നത്, എന്റെ ഉള്ളിൽ പ്രവർത്തനമായിരിക്കുന്നത്, എന്റെ ഘടകങ്ങളായിരിക്കുന്നത്, എന്നിൽ വിതരണമായിരിക്കുന്നത്, ഞാൻ നിൽക്കുന്ന ഇടം, ഞാൻ നിൽക്കുന്ന രൂപം, ഞാൻ നിൽക്കുന്ന ഭാവം, എന്നിലുണ്ടാകുന്ന സംഭവങ്ങൾ, എന്നിലുണ്ടാകുന്ന നിഷ്കർഷകൾ. ഇങ്ങനെ ഞാൻ എന്നുള്ളത് എന്താണെന്ന് അതിന്റെ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ അങ്ങനെ ഒരു നിര ഇങ്ങോട്ട് വരും. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ ആലോചിച്ചു കൂട്ടി എഴുതുന്ന സമയത്ത് ഒരുപാട് വലുതായിട്ട് വരും. എന്നെക്കുറിച്ച് അറിയുന്നവരോട് എന്നെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അവരും കുറെ എഴുതിത്തരും. പക്ഷെ എനിക്കറിയാവുന്നത് വളരെ കുറച്ച്. അപ്പൊ എനിക്കറിയാവുന്നത് വെച്ച് ഞാൻ അതിനെ അളന്നു തുടങ്ങുന്നു. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം തേടിയും തപ്പിയും അന്വേഷിച്ചും കണ്ടെത്തുന്ന സമയത്ത് അവയെല്ലാം എഴുതി കൂട്ടുമ്പോൾ ഞാനെന്ന് പറയുന്ന ആ ഒന്നിന്റെ ആട്രിബ്യൂട്ട്സ്, ഗുണങ്ങൾ, പ്രത്യേകതകൾ, സവിശേഷതകൾ, സ്വന്തമായിട്ടുള്ള ഘടകങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ അതിൽ എന്തെല്ലാം ആയിരിക്കുന്നുവോ അതാണ് ബോധം. അതായത് നാം ഒന്നിനെ അറിയുന്നുണ്ടെങ്കിൽ ആ അറിയുന്നതല്ല അതിന്റെ ബോധം. നമ്മൾ ആദ്യം എങ്ങനെയാ പറഞ്ഞത്? ഞാൻ എന്നെ അറിയുന്നു, ഞാൻ അറിയുന്നത് എന്തോ അതാണ് ബോധം. ഇപ്പൊ നമ്മൾ പറയുന്നത് നേരെ തിരിച്ചാണ്. ഞാൻ അറിയുന്നതല്ല ആ ബോധം. ഞാൻ അറിയുന്നത് എന്തിനെയാണോ അത് വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി, ഒരു വിളിപ്പേര് നൽകാൻ വേണ്ടി ആദ്യമേ നമുക്ക് എന്തിനെ അറിയുന്നു. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ സർക്കാർ രേഖകളിലേക്ക് പെടുന്ന സമയത്ത് ആദ്യം പേര് കൊടുക്കണം, പിന്നെ ഇമെയിൽ ID കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, പിന്നെ ആധാർ നമ്പർ കൊടുക്കണം, ഒരു ഫോട്ടോഗ്രാഫും കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയാ, ഫിംഗർ പ്രിന്റ് കൊടുക്കണം. ഇത്രയും കൊടുത്താൽ നമ്മളെ കുറിച്ചുള്ള പ്രാഥമിക ഐഡന്റിഫിക്കേഷൻ ആയി. പിന്നെ നമുക്ക് എന്തുണ്ട്, എന്തില്ല, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ പ്രാഥമികമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഇതാണ്. അപ്പോ ബോധം എന്ന രീതിയിൽ നമ്മളൊരു കാര്യത്തെ അറിയുന്നത്, പ്രാഥമികമായിട്ട് അറിയുന്നത് അതിന്റെ ID ആണ്. ID കാർഡ് എന്ന് വേണേൽ പറയാം. അപ്പൊ നമ്മൾ ബോധമായിട്ട് മനസ്സിലാക്കുന്നത് അതിനെയാണ്.
പക്ഷെ ബോധമെന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ അറിയുന്നതല്ല, അവിടെ തുടങ്ങി നമുക്കറിയാത്തത് എത്രത്തോളമുണ്ടോ ഇതിന്റെ നമ്മളിപ്പോ എ എന്നുള്ള ഒന്നിനെ കുറിച്ചാണ് അറിയുന്നതെങ്കിൽ ആ എ എന്നുള്ള അറിവ് തുടങ്ങി എയെ കുറിച്ച് നമുക്ക് അറിയാത്തതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചേർന്നതാണ് അത്, ആ എ എന്നുള്ള വസ്തു. അതിനെയാണ് നമ്മൾ ബോധം എന്ന് പറയുക. അത് എ അറിയുന്നതും എക്ക് സ്വയം അറിയാൻ കഴിയാതെ എയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള അത്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ എക്ക് സ്വയം അറിയാൻ കഴിയുന്നത് മാത്രമല്ല എന്നതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോ അങ്ങനെ എല്ലാമായിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ബോധം എന്ന് പറയുക, അല്ലെങ്കിൽ അതിനെയാണ് ബോധം എന്ന് പറയേണ്ടത്. ഈ ബോധം എന്ന് പറയുമ്പോൾ അതിന് രൂപമുണ്ടാകും, ഭൗതിക രൂപമുണ്ടാകും, അതിന് സ്വഭാവ ഗുണങ്ങൾ, സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകും, അതിന് പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അതിന് അനുരൂപകത്വം ഉണ്ടാവും, പൊരുത്തമാകുന്ന ഒരവസ്ഥയുണ്ടാവും. ഈ പൊരുത്തമാകുന്ന അവസ്ഥയെ ചലിപ്പിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ചലിപ്പിക്കാൻ പാകത്തിൽ അതിന് ശക്തികൾ ഉണ്ടാവും. അത് ഒരു സ്ഥലത്തായിരിക്കും, കാലത്തായിരിക്കും, രൂപത്തിലായിരിക്കും, ഒരു ഭാവത്തിൽ ആയിരിക്കും, ഒരു സംഭവത്തിലായിരിക്കും. ഇത്രയേറെ ഗുണങ്ങൾ അതിന് വന്നു ചേരുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ബോധത്തിന്റെ ആവിഷ്കാരങ്ങളാണ്, പരമമായ ബോധത്തിന്റെ ആവിഷ്കാരങ്ങളാണ്. അപ്പോ ബോധം എന്നുള്ളത് ഒരു സത്ത, അല്ലെങ്കിൽ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒന്നിന്റെ എന്തെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ടോ ഇവയെല്ലാം ആയിത്തീരുന്ന അടിസ്ഥാന വസ്തുവാണ്, അടിസ്ഥാന ദ്രവ്യമാണ്, അടിസ്ഥാന ഘടകമാണ്. ഘടകം എന്ന് പറയുന്നത് ശരിയാവില്ല, അടിസ്ഥാന പശ്ചാത്തലമാണ്. അതാണ് ഈ രൂപമായി കാണുന്നത്, അതാണ് വസ്തുവായി കാണുന്നത്, അതാണ് പ്രവർത്തനമായി കാണുന്നത്, അതാണ് സ്വഭാവവിശേഷമായി കാണുന്നത്. അങ്ങനെ കാണുന്ന അടിസ്ഥാന ദ്രവ്യം, അടിസ്ഥാന വസ്തു എന്നൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് തീരില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിൽ പറയേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു ദ്രവ്യത്തിനെയാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. ബോധമാണ് ഇതെല്ലാമായി നിൽക്കുന്നത്. ബോധമാണ് അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇക്കോജെനിസിസിൽ പറയുന്നുണ്ട്. കൂടുതൽ അറിയേണ്ടത് അവിടെ പോയി നോക്കുക. അപ്പോ ഈ ബോധം എന്ന് പറയുന്ന ആ ഒന്ന്, അതിനെ നമ്മൾ ചിലയിടങ്ങൾ അറിയുന്നുണ്ട്, അല്ലെ? നമ്മൾ ചിലയിടങ്ങൾ അറിയുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ വന്നത്. അവന് ബോധമില്ല, അവന് ബോധമുണ്ട് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് അവൻ അറിയുന്ന അവസ്ഥ വെച്ചിട്ടാണ്, അല്ലെ? ബോധം എന്നുള്ള അവസ്ഥയിൽ നമ്മളിവിടെ ബോധം എന്ന് പറയുന്നതിന്റെ ഒരു വിപുലമായ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. ഇത്രയേറെ വിപുലമായ ഒന്നാണ്. അതിന്റെ സ്ഥലമായും കാലമായും രൂപമായും ഭാവമായും ഭൗതികമായും പ്രാതിഭാസികമായും ധാർമ്മികമായും ജ്ഞാനീയമായും ചൈതന്യപരമായും അതിൽ തന്നെ സ്ഥിതമായും ചലസ്ഥിതമായും ചലമായും ജൈവമായും അതിജൈവമായും ഒക്കെ നിലനിൽക്കുന്ന ആ വിപുലപ്പെട്ട ആ ബോധം, അതിനെക്കുറിച്ച് അറിയുന്നത് കുറച്ച് ഭാഗങ്ങളിൽ മാത്രം. ഈ ബോധത്തിനൊരു ബോധമുണ്ട്. ആ ബോധത്തിന്റെ ബോധം എന്ന് പറയുന്നത് ബോധത്തിനുണ്ടാവുന്ന അനുരൂപനങ്ങളാണ്. ആ ബോധത്തിനുണ്ടാകുന്ന സമയാസമയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമുണ്ട്. അതായത് ഞാൻ രൂപപ്പെടുന്ന സമയത്ത് പ്രാഥമികമായി ഞാൻ എന്ന ബോധവും അത് രൂപീകരിക്കുന്ന ശരീരവും അത് രൂപീകരിക്കുന്ന ധർമ്മവും അത് രൂപീകരിക്കുന്ന പ്രവർത്തനവും ഒക്കെ ചേർന്നതാണ് ഉണ്ടാവുക, അല്ലെ? ഞാൻ എന്നുള്ള ശരീരം രൂപീകരിക്കുന്ന സമയത്ത്, ഞാൻ എന്നുള്ള സത്ത രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ എന്നുള്ളതിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഞാനാകുന്നത്. അങ്ങനെ ഞാൻ ഉണ്ടായിക്കഴിഞ്ഞ് ജീവിച്ചു പോകുന്ന സമയത്ത് ഓരോ നിമിഷങ്ങളിലും ഓരോ കാലങ്ങളിലും എന്നിൽ ഞാൻ ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും. എന്റെ പരിസരത്തിനനുസരിച്ച്, എന്റെ സമയത്തിനനുസരിച്ച്, എന്റെ കാലത്തിനനുസരിച്ച്, എന്റെ സ്ഥലത്തിനനുസരിച്ച്, എന്റെ പ്രവർത്തനത്തിനനുസരിച്ച് എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ്, എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ നവീകരണത്തെ, എന്റെ ബോധത്തിൽ ഉണ്ടാകുന്ന നവീകരണത്തെയാണ് നമ്മൾ അവബോധം എന്ന് പറയുക. അതായത് ഞാൻ
ഈ സർവമായ ബോധത്തോടുകൂടി ജനിച്ചു കഴിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് ആ ജീവിതത്തിൽ എന്നിലേക്ക് വന്നു ചേരുന്ന മാറ്റങ്ങൾ, ഇപ്പൊ ഞാൻ എന്റെ മൃദുവായ കാലുമായിട്ടാണ് ജനിക്കുന്നത്. ഞാൻ മുറ്റത്ത് നടന്നു തുടങ്ങുമ്പോൾ ആ മൃദുവായ കാല് പല മണ്ണിലും കല്ലിലും ഒക്കെ ചവിട്ടി 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 അവിടുത്തെ തോല് പതുക്കെ 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 അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങും. കാലികമായി നവീകരണത്തിലൂടെ കടന്നു പോകും. അങ്ങനെ എന്റെ കാലിന്റെ തോല് കട്ടി ആയിത്തീരും. അങ്ങനെ കട്ടിയായി തീരുന്നതാണ് എന്റെ കാലിന്റെ പൊരുത്തപ്പെടൽ. അതിനെയാണ് ബോധത്തിന്റെ തലത്തിൽ എന്ന് പറയുമ്പോൾ ബോധത്തിനുണ്ടാകുന്ന കാലികമായ നവീകരണം. ബോധത്തിന്റെ ശരീരത്തിലാണ് നവീകരണം ഉണ്ടായത്. അത്രമാത്രമാണോ? ഒരു മുള്ളു കണ്ടുകഴിഞ്ഞാൽ കാല് പൊക്കാനുള്ള തിരിച്ചറിവ് ശരീരത്തിനുണ്ടാകുന്നില്ലേ? മറ്റേ എന്താ പറയാ, പാറയിലൂടെ ചെല്ലുന്ന സമയത്ത് അതിനനുസരിച്ച് പരുവപ്പെടാനുള്ള ആ വഴക്കം ശരീരത്തിനുണ്ടാകുന്നില്ലേ? കാലിന്റെ തോലിനുണ്ടാകുന്നില്ലേ? സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ അതിന് കഴിയുന്നില്ലേ? അപ്പോ കാലികമായി, അപ്പോ കാലെന്ന് പറയുന്ന ഒന്നിന്റെ അടിയിലുള്ള ചർമ്മത്തിന്റെ കാലികമായ നവീകരണം, അതിന്റെ കാലികമായിട്ട് അതിനുണ്ടാകുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത്. ബോധത്തിന് കാലികമായി ഉണ്ടാവുന്ന അവബോധം. ഇതിനെ നമ്മൾ തിരിച്ചറിയും. കാലിൽ മുള്ളു കത്തുമ്പോൾ തിരിച്ചറിയും, പാറയിൽ ചവിട്ടുമ്പോൾ തിരിച്ചറിയും, കടലിന്റെ സൈഡിൽ പോയി ചവിട്ടുമ്പോൾ തിരിച്ചറിയും, വഴുവഴുപ്പുള്ള പ്രതലത്തിൽ പോകുമ്പോൾ തിരിച്ചറിയും, ചൂടുള്ള പ്രതലത്തിൽ ചവിട്ടുമ്പോൾ തിരിച്ചറിയും. ആ തിരിച്ചറിവായിരിക്കുന്നത് ചവിട്ടി തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവുണ്ടല്ലോ, അതാണ് അവബോധം എന്ന് പറയുന്നത്. ആ അവബോധം എന്നുള്ളത് കാലികമായ നവീകരണമാണ്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അറിവ് ചിലപ്പോൾ ഉറങ്ങുന്നുണ്ട്. ഇപ്പോ വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിൽ പോയി ചവിട്ടുമ്പോൾ വഴുവഴുപ്പുള്ളതാണെന്ന് അറിയുന്നത് അവിടെ ആ അവബോധത്തിന് ഓർമ്മയുള്ളത് കൊണ്ടാണ്. ഇതിനു മുമ്പുണ്ടായ അനുഭവത്തിന്റെ ഓർമ്മയുള്ളത് കൊണ്ട്. അതാണ് അവബോധം. ഓർമ്മയായി നിൽക്കുന്നുണ്ട്, അനുഭവമായി നിൽക്കുന്നുണ്ട്, അറിവായി നിൽക്കുന്നുണ്ട്, ശരീരമായി കട്ടിയായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കാലിന്റെ തോലെന്ന് പറയുന്നത് പല രൂപങ്ങളിൽ നമ്മൾ അറിയുന്നു. ആ അറിവാണ്, അറിഞ്ഞിരിക്കലാണ്, അറിഞ്ഞു മുൻപോട്ട് പോകലാണ് അവബോധം എന്ന് പറയുന്നത്. അപ്പോ ബോധത്തിനുണ്ടാകുന്ന കാലികമായ നവീകരണം, അത് ഇപ്പൊ കാലിന്റെ അടിയിലെ തോലിനെ കുറിച്ച് പറഞ്ഞതുപോലെ ശരീരത്തിന്റെ സത്തയുടെ എല്ലാ ഭാഗങ്ങളിലും, സത്തയുടെ ശരീരത്തിന്റെ ഭാഗം മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന കാലികമായ മാറ്റമാണ് അവബോധം എന്ന് പറയുന്നത്. ഈ അവബോധത്തിന് പല തലങ്ങളുണ്ട്. ആ തലങ്ങളെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോ ഇത്രയും മനസ്സിലാക്കുക. ബോധം എന്ന് പറയുന്നത് നാം അറിയുന്ന ഒരു വസ്തുവിന്റെ, ഞാൻ ആയിക്കോട്ടെ മറ്റൊന്നിനെ ആയിക്കോട്ടെ, ആ ഒരു വസ്തുവിന്റെ എല്ലാ ആട്രിബ്യൂട്ടുകളും, എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ എല്ലാ സവിശേഷതകളും, അതിൻ്റെതെന്ന് പറയാവുന്ന എല്ലാം ചേർന്നത് എന്താണോ അതാണ് ബോധം എന്ന് പറയുന്നത്. അത് ഉണർന്നിരിക്കുന്ന സമയത്ത് അത് അറിയുന്നുണ്ടല്ലോ, അത് ഉണർന്നിരിക്കുന്ന സമയത്ത് അത് സ്വയം അറിയുന്നുണ്ടല്ലോ. ആ അറിവെന്ന് പറയുന്നത് ആ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള ഒരു കാലിക നവീകരണമാണ്, ടൈംലി അപ്ഡേറ്റ് ആണ്. ആ അപ്ഡേറ്റിനെയാണ് അവബോധം എന്ന് പറയും. ആ അവബോധമാണ് അയാൾ അറിയുന്ന ആ ഒരു തലം. ഇപ്പൊ ഞാൻ എന്റെ ശരീരത്തെക്കുറിച്ച് അറിയുന്നത് ഈ അപ്ഡേറ്റിനെയാണ്, എന്റെ ബോധത്തെ അല്ല. എന്റെ ബോധത്തിന്റെ കാലികമായ നവീകരണത്തിന്റെ ആ ഒരു ഫ്രെയിം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതാണ് അവബോധം എന്ന് പറയുന്നത്. അതിനെ ഞാൻ അറിയുന്നുള്ളൂ. അവബോധത്തെയാണ് ഞാൻ അറിയുന്നത്, പരമമായ ബോധത്തെ അല്ല. അപ്പോ ബോധത്തിനുണ്ടാവുന്ന കാലിക നവീകരണമാണ് അവബോധം. ഈ ഒരു ബോധത്തിലായിരിക്കുക. ബോധത്തിന്റെ കാലിക നവീകരണമായ ഈ അവബോധങ്ങൾ ഏതെല്ലാം തലങ്ങളിലായിരിക്കുന്നു എന്നത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കാം. അതുവരേക്കും ഈ ശ്രദ്ധ, അവബോധത്തിലേക്കുള്ള ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.